വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ഹലോ, ആ പറയടി. ഹലോ ചേട്ടാ, ചേട്ടനിപ്പോൾ എവിടെയാ? വീട്ടിലാണോ? ഏയ് അല്ല, ഞാൻ റോട്ടിലാണ് ഇപ്പം. എന്താണ്? ചേട്ടാ, ജോർജേട്ടന് എന്തോ കുഴപ്പമുണ്ട്. എന്തു കുഴപ്പം? ചേട്ടനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI വിളിച്ചിരുന്നു. എന്തിനി? അതൊന്നും എനിക്കറിയില്ല. ആള് ശരിക്കും പേടിച്ചിട്ടുണ്ട് ചേട്ടാ. എന്നിട്ടിപ്പോ അവനെവിടെ? ആ, സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. ആ കൂട്ടുകാരൻ ജൂഡ്സന്റെ കൂടെ. എപ്പോഴാ പോയത്? 4 മണിക്ക് സ്റ്റേഷനിൽ ചെല്ലണമെന്ന് പറഞ്ഞു എന്നാ ചേട്ടൻ പറഞ്ഞത്. ഒന്ന് വേഗം ചെല്ലു ചേട്ടാ. നീ കരയാതിരിക്കും, ഞാനിപ്പോ തന്നെ പോവാം. ആ ശരി. ചേട്ടാ, പെങ്ങളാകെ ടെൻഷനിലാണ്. അവളാണ് അപ്പാപ്പ വിളിച്ചോണ്ടിരിക്കുകയാണ്. അല്ല, ഇപ്പം നിന്റെ അളിയൻ ജോർജ് എവിടെയാ? പോലീസ് സ്റ്റേഷനിലാണ് പെങ്ങൾ പറഞ്ഞത്. സ്റ്റേഷനിലോ? അറസ്റ്റ് ചെയ്തിരിക്കുക മറ്റോ ആണോ? സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു എന്നാ പെങ്ങൾ പറഞ്ഞത്. എന്നുവെച്ചാല് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടേ ഒരു 4 മണിയാകുമ്പോൾ സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഒരു കൂട്ടുകാരനെ കൂട്ടി അളിയനെ അങ്ങോട്ട് പോയിരിക്കുക. എടാ, എങ്കിൽ പിന്നെ നീ ആ ഫ്രണ്ടിന്റെ ഫോണിലേക്ക് വിളിച്ചു ചോദിക്കായിരുന്നില്ലേ? അല്ല, അത് ചേട്ടാ ഞാൻ പേടിച്ചിട്ട് വിളിക്കായിരുന്നത്. നീ ആ കൂട്ടുകാരൻ നമ്പർ ഒന്ന് പറഞ്ഞേ. 9496336082. എന്താ ഇയാളുടെ പേര്? ജൂഡ്സൺ. ഏയ്, നീ നമ്പർ പറഞ്ഞു തന്നപ്പോ തെറ്റിയോ? അല്ലെന്ന്, പെങ്ങളിതേ പറഞ്ഞ നമ്പർ ഇതാണ്. ഇതാ നോക്കേ, 9496336028. 28? അതെ. ആ, നീ ആദ്യം പറഞ്ഞത് 82 ആയിരുന്നു. സോറി ചേട്ടാ, ടെൻഷൻ കൊണ്ട് മാറിപ്പോയതാണ്. ഹലോ, ജോഡ്സൺ അല്ലേ? അതെ.
ഞാൻ ജോർജിൻ്റെ അളിയൻ സാംസന്റെ സുഹൃത്താ, ജോസഫ്. ഇപ്പൊ ജോർജ് അത് ജോർജ് അവിടെ അകത്ത് എസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാനിവിടെ പുറത്താണേ. എന്താന്ന് വല്ലതും അറിഞ്ഞായിരുന്നോ? ഏ ഇല്ലില്ല, അത് ഞാനിവിടെ പുറത്തല്ലേ. എങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം. അല്ല, ഞാനിവിടെ ഉണ്ടല്ലോ. ഞാൻ പറയാം ജോർജിനോട്. ആ ശരി. എടാ, പുള്ളി സ്റ്റേഷന്റെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. നമുക്ക് അങ്ങോട്ട് പോയാലോ? സ്റ്റേഷനിലേക്ക്. വിശ്വസ്ത സ്നേഹിതനെപ്പോലെ അമൂല്യമായി ഒന്നുമില്ല. അവന്റെ മാഹാത്മ്യം അളവറ്റതാണ്. പ്രഭാഷകൻ 6-ാം അധ്യായം 15-ാം വാക്യം. എടാ, എന്തിനാ ഇവിടെ നിർത്തിയത്? ചേട്ടാ, എനിക്കൊരു സോഡ കുടിക്കണം. ചേട്ടാ, ഒരു സോഡ വേണം. ചേട്ടന് വേണോ? നെഞ്ചത്തെന്തോ കെട്ടിവെച്ചിരിക്കുന്നത് പോലെ. എടാ, നീ ഇതുപോലെ ടെൻഷൻ അടിച്ചാലോ? നമ്മൾ അങ്ങോട്ടല്ലേ പോണത്. എനിക്കൊരു ടെൻഷനുമില്ല പെങ്ങളെ. അവളുടെ മനസ്സ് ലോല മനസ്സാ. ദാ, ഇത്രയും പ്രശ്നം മതി. ടെൻഷൻ അടിച്ച് പേടിച്ച് എന്തെങ്കിലും വരുത്തി വെക്കും. ആഹാ, അതാണോ? പക്ഷെ നിന്നെ കണ്ടിട്ടേ അങ്ങനത്തെ ടെൻഷൻ അല്ല ഇത്. അല്ലാതെ തന്നെ നിനക്ക് നല്ല ടെൻഷൻ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടൻ പറഞ്ഞത് നേരാണോ? പിന്നല്ലാതെ. നിന്നെ ഞാൻ ഇന്നോ ഇന്നലെയോ കാണുന്നതാണോ? അത് പിന്നെ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോ. എടാ, അതാണീ കുഴപ്പമില്ല. നമ്മൾ അങ്ങോട്ടല്ലേ പോണത്. ആദ്യം കേസ് എന്താണെന്ന് അറിയട്ടെ, എന്നിട്ട് നീ ടെൻഷൻ അടിക്കും. ദേ, നീ കാശ് കൊടുത്തേ, എന്നിട്ട് വേഗം വാ, നമുക്ക് പോവാം. എടാ, നീ എന്തായി കാണിക്കണത്? എടാ, നിന്റെ മട്ടും ഭാവവും കണ്ട
SI നിന്നെ കാണാനും വിളിച്ചിരിക്കുന്നു തോന്നൂലോ. ആ, ശ്ശെ. എടാ എങ്കിലത് നിനക്ക് എന്നോട് ആദ്യം പറയാറുന്നില്ലേ? എന്താ കാര്യം? എന്നെ കാണാനൊന്നുമല്ല SI വിളിപ്പിച്ചത്, അളിയനെ തന്നെയാണ് SI വിളിപ്പിച്ചത്. എന്ത്? അതിന് നീ എന്തിനാ കരയുന്നത്? എനിക്ക് പേടിയാണ്. എടാ സാംസ, നീ ഇത്രയുള്ളോ? എടാ ഒന്നും ഉണ്ടാവില്ലടാ, നീ ധൈര്യമായിട്ടിരിക്കുക. ഇനിയിപ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തന്നെ അതിനെ ഫേസ് ചെയ്തിരിക്കാൻ പറ്റുമോ? അത് കുഴപ്പമുണ്ട് ചേട്ടാ, കുഴപ്പമുണ്ട്. ഇത് ഇത്ര വലിയ കുഴപ്പമൊന്നും ഞാൻ അറിഞ്ഞില്ല. തെറ്റു ചെയ്യുന്നവരുടെ മാർഗം കുടിലമാണ്, നിഷ്കളങ്കരുടെ പെരുമാറ്റം നേർവഴിക്കുള്ളതും. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 8-ാം വാക്യം. ഇത് അത് തന്നെ കാര്യം. ഏത് തന്നെ? അതിപ്പോ ടെൻഷനായിട്ടൊന്നും പറയാനും പറ്റണ്ട. എന്താടാ, വല്ല അടങ്ങേറും പിടിച്ച പരിപാടിയാണോ? കുറച്ച് ഇടങ്ങേറി പിടിച്ച പരിപാടി തന്നെയാണ്, പറ്റിപ്പോയി. ഇത് വിടിപ്പിച്ചിരിക്കുന്നത് അതിന് തന്നെയാണ്. ചേട്ടൻ എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം. ഇപ്പൊ സ്റ്റേഷനിലേക്ക് പോയാ അത് ശരിയാവൂല. പിന്നെ പോയാ അവരെന്നെ പിടിച്ചകത്തിടും പോലീസ്. ചേട്ടൻ ഞാൻ പറഞ്ഞത് ആദ്യം കേക്ക്, എന്നിട്ട് ചേട്ടൻ തീരുമാനിക്ക് സ്റ്റേഷനിലേക്ക് പോണോ വേണ്ടെന്ന്. അതും ഈ വഴിയിട്ട് വെച്ച് വേണ്ട ചേട്ടാ. ചേട്ടൻ വാ, ഞാൻ എല്ലാം പറയാം. എടാ അല്ലടാ, അതേ നീ ശരിക്കും പറഞ്ഞ SIയെ കാണാൻ പോയത് എന്തിനാ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? എടാ, നിന്റെ അളിയൻ്റെ കൂട്ടുകാരൻ ഒരു ജോസഫ് എന്നെ വിളിച്ചിരുന്നു. ഓ, ജോസഫ് ഏട്ടൻ അളിയൻ്റെ അടുത്ത സുഹൃത്താ. അതെന്തിനാ നിന്നെ വിളിച്ചത്? അതെ, അയാളുടെ സംസാരത്തിൽ നിന്ന് നീ എന്തോ കേസിലെന്തോ പെട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന പോലെയാ. ഓ, അത് ഞാൻ പോരുമ്പോഴേ വിൻസി ഒന്ന് പറ്റിച്ചിട്ടാണ് പോകുന്നത്. ഞാനിവിടെ സാറിനെ കാണാൻ വന്നതേ വർക്കിൻ്റെ കാര്യത്തിനല്ല, മറിച്ച് SI സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചിട്ട് പോവുകയാണെന്ന് പേടിച്ച് ഭയന്ന് വിറച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഒരു തമാശയ്ക്കേ അവളത് അളിയനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, പേടിച്ചിട്ടേ. അപ്പോഴത്തെ ഒരു കാര്യം. നല്ല ബെസ്റ്റ് തമാശ. എടാ, എങ്കിൽ വേഗം അളിയനെയും ഭാര്യനെയൊക്കെ വിളിച്ച് പറയാൻ നോക്ക്, അല്ലെങ്കിൽ എല്ലാം കൂടി ഇപ്പൊ സ്റ്റേഷനിലേക്ക് വരും. ഓ, അത് ശരിയാണല്ലോ. ആദ്യം ഞാൻ ഭാര്യ വിളിച്ച് പറയട്ടെ, അല്ലെങ്കിൽ ഇനി അവൾ ആരെങ്കിലുമൊക്കെ വിളിച്ച് പറയും. ചേട്ടാ, നീയും നിന്റെ അളിയനും കൂടി 2 വീലറിൽ വരുമ്പോ അഞ്ചാലമൂട് കവലയിലെ വഴിയിൽ കിടന്ന് ഒരു പൊതി കിട്ടുന്നു. അതെ. അത് തുറന്നു നോക്കുമ്പോ 50,000 രൂപയുണ്ടായിരുന്നു. അതെ. നീ അത് ഉടമയെ കണ്ടെത്തി കൊടുക്കാം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞപ്പോ വേണ്ട, അത് പങ്കിട്ടെടുക്കാമെന്ന് നിന്റെ അളിയൻ പറഞ്ഞു. അതെ, നിങ്ങളത് പങ്കിട്ടെടുത്തു. ശരിയാണ്. ഇപ്പോ ആ കാശിന്റെ കാര്യം ചോദിക്കാൻ നിന്റെ അളിയനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു എന്ന് നീ വിചാരിക്കുന്നു. അതെ. നിന്റെ അളിയന്റെ കുബുദ്ധിക്ക് കൂട്ടുനിൽക്കാതെ സത്യസന്ധമായി പെരുമാറിയിരുന്നെങ്കിലേ ഈ ടെൻഷൻ അടിച്ച് തലയ്ക്ക് ഭ്രാന്തെടുത്ത് ഇങ്ങനെ നടന്ന് ഓടേണ്ട വല്ല കാര്യമുണ്ടോ? 1 രൂപയാണെങ്കിൽ പോലും നമ്മുടേതല്ലാത്തത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന തീയെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പ്രതീതിയായിരിക്കും. നിന്റെ അധരങ്ങൾ നീതിമൊഴിയുമ്പോൾ എൻ്റെ ആത്മാവ് ആഹ്ലാദിക്കും. സുഭാഷിതങ്ങൾ 23-ാം അധ്യായം 16-ാം വാക്യം. എനിക്കിപ്പോ മനസ്സിലായി ചേട്ടാ. ആർക്കാണെങ്കിലും ആ കാശ് ഞാൻ തിരിച്ചു കൊടുത്തേക്കാം. അപ്പൊ നിന്റെ അളിയന്റെ കാശോ? അത് കൊടുപ്പിക്കും ഞാൻ. ചേട്ടൻ പറയട്ടാ, ഞാനിനി പോലീസ് സ്റ്റേഷനിലേക്ക് പോകണോ? സാംസ,
കുനിഷ്ഠ ചിന്തകൾക്കും ചെറിയ കളവുകൾക്കും വളഞ്ഞ വഴികൾക്കൊന്നും ദീർഘായുസ് ഉണ്ടാവില്ല. ഇതിനു വേണ്ടി നീ പോലീസ് സ്റ്റേഷനിൽ പോകണ്ട. കാരണം നീ പറഞ്ഞ കാശ് പോയിരിക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന്. പുള്ളിക്കാരൻ അഞ്ചാലുംമൂട് ജംഗ്ഷനിലെ ബാങ്കിൽ നിന്ന് വരുമ്പോൾ വഴിയിൽ നഷ്ടപ്പെട്ടതാണ്. നീ ഇനി അതിനും ടെൻഷൻ അടിക്കണ്ട. പണം എൻ്റെ ചേട്ടൻ്റെ ആണെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നല്ലോ. ഇതെന്റെ പെങ്ങളാണല്ലോ. ആ, നീ എടുക്കുക. ഹലോ, ഹലോ ചേട്ടാ, ചേട്ടനിപ്പോൾ എവിടെയാണ്? ഞാൻ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അയ്യോ, അത് വേണ്ട ചേട്ടാ. അത് പിന്നെ ജോർജ് ചേട്ടൻ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു തമാശ പറഞ്ഞതാന്ന്. ആ, SI വിളിച്ചിട്ട് പോവാന്ന് ഭയന്ന് പറഞ്ഞപ്പോഴേ ഞാനും ഭയന്ന് പോയതാ, എന്നെ പറ്റിക്കാനേ. പിന്നെ പോലീസ് സ്റ്റേഷനില് SI വിളിച്ചിട്ട് പോയി എന്ന് പറഞ്ഞത് സത്യാണ്. അതെ, അങ്ങേരുടെ ഫ്ലാറ്റില് ഇലക്ട്രിക് വർക്കും പ്ലംബിംഗ് വർക്കും ചെയ്യേണ്ട കാര്യം പറയാനായിട്ടായിരുന്നു. എന്തൊന്ന് പറയാനാന്ന് നോക്കിയേ. ഇങ്ങനെയാണോ തമാശ പറയുന്നത്? വെറുതെ ചേട്ടനെ വിളിച്ച് ഞാനും ബുദ്ധിമുട്ടിച്ചില്ലേ? ഓ, ഇനി ചേട്ടനെങ്ങാനും പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ച് ചെല്ലുമെന്നായിരുന്നു എൻ്റെ പേടി. ഇങ്ങോട്ട് വരട്ടെ, മോന്തക്കിട്ടൊരു കുത്തു കൊടുക്കും ഞാൻ. ഒരു തമാശ പറച്ചില്. സോറി ചേട്ടാ. ശരി ചേട്ടാ, അപ്പൊ ഞാൻ കട്ട് ചെയ്യാണേ. ചേട്ടനും കാണുമ്പോ നല്ലത് പറയണം ചേട്ടാ. പിന്നെ ലിസിക്കും പിള്ളേർക്കൊക്കെ സുഖല്ലേ ഏട്ടാ? ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞേക്കണേ. ആ, എന്നാ ശരി ചേട്ടാ. ഓക്കെ. എന്താടാ, സ്റ്റേഷനിലെ കാര്യം വലുതാണോ? ഏയ്, അവൻ പോലീസ് സ്റ്റേഷനിൽ പോയതേ എന്തോ വർക്കിന്റെ കാര്യം SI കണ്ട് സംസാരിക്കാനാണ്. അതിന് പെങ്ങളോട് SI വിളിപ്പിച്ചിട്ട് പോകുവാന്ന് ഭയന്ന് പറഞ്ഞിട്ട് പോയപ്പോ അവളും പേടിച്ചു പോയി. അതെന്തിനാ പേടിച്ചു പോയതാ? അല്ലെന്ന് പിന്നെ എന്തിനാണ് അവളോട് ഭയന്ന് വിറച്ച് പറഞ്ഞത്? തമാശക്ക് വേണ്ടിയാണെന്ന്, അവളെ പറ്റിക്കാൻ വേണ്ടിട്ട് തമാശ പറഞ്ഞാണെന്ന്. അവന്റെ ആ തമാശ അവന്റെ തന്നെ കുബുദ്ധി നേരാക്കേണ്ടി വന്നില്ല ഇപ്പോ. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും, താൻ വച്ച കെണിയിൽ താൻ തന്നെ കുടുങ്ങും. പ്രഭാഷകൻ 27-ാം അധ്യായം 26-ാം വാക്യം. ആ, ദേ തമാശക്കാരനാണ്. ഹലോ, എൻ്റെ അളിയ, ഒന്നും പറയണ്ട. എന്താണ് കാര്യം പറയും? അല്ലെന്നേ, അവളില്ലേ വിൻസി, അളിയാ ചിരി നിർത്തിയിട്ട് കാര്യം വെച്ചാൽ പറയും. ഞാൻ SI വിളിച്ചിട്ട് ഒരു വർക്കിന്റെ കാര്യം സംസാരിക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നേ. പക്ഷെ വർക്കിന്റെ കാര്യം ഞാൻ അവളോട് പറയാതെ ഭയന്ന് വിറച്ചി ഏതോ കേസിന്റെ കാര്യത്തിനാണ് SI വിളിപ്പിച്ചതെന്നും അതിന് പോവുകയാണെന്നും പേടിയോടെ അഭിനയിച്ച് പറഞ്ഞിട്ട് നീ പോയി. അയ്യോ, അത് തന്നെ, അവള് പേടിച്ച് വിറച്ചേ അളിയനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവല്ലേ. അളിയന് പേടിച്ചു പോയാ? അളിയൻ തമാശ മാറ്റിയിട്ട് ചിരി നിർത്ത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ദേ അളിയ, തമാശ വല്ലതാണെങ്കിലേ എനിക്കിനി ചിരിക്കാൻ വയ്യട്ടോ. ഇത് കേൾക്കുമ്പോ ചിരി താനേ നിന്നോളൂ. അതെയോ? വളരെ ഉപകാരം. പറയാളിയാ. അന്ന് 150,000 രൂപയില്ലേ, അതിൽ നിന്ന് അളിയനടുത്ത് 25,000 ഇട്ട് 1/2 മണിക്കൂറിനുള്ളിൽ വീടിനടുത്തുള്ള കുരിശുകളുടെ മുമ്പിലെത്തണം. കാശ് നഷ്ടപ്പെട്ട ആളും ഞാനും അവിടെ ഉണ്ടാവും. മനസ്സിലായ? അല്ല, അത് വന്നില്ലെങ്കിലേ കാശ് നഷ്ടപ്പെട്ട ആളും ഞാനും കൂടി അളിയന് വർക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്ന SI ഇല്ലേ, ആ SIക്ക് ഒരു പരാതി അങ്ങനെ കൊടുക്കും. ആ, ഇപ്പൊ അളിയൻ സീരിയസ് ആയില്ലേ? ഇപ്പൊ അളിയൻ സീരിയസ് ആയി. ചേട്ടാ, നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കേ വഴിന്ന് സോഡ കുടിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ
എന്റെ നെഞ്ചത്തൊന്നും കെട്ടിയിരിക്കണ പോലെയൊന്ന്. ഓ അതിപ്പതേ ഇറങ്ങി അങ്ങോട്ട് പോയ പോലെ ഉണ്ട്. കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ. അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.